ഹലോ, നമുക്കിന്ന് നല്ലൊരു പലഹാരം ഉണ്ടാക്കാം. അതിന് വേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചേക്കുന്നത്. ഇതെല്ലാം ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനത് ഒരു എന്താ പറയുക, കളർഫുള്ളായിട്ട് ഭംഗിയായിട്ട് ടേസ്റ്റായിട്ടൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചെടുത്താണ്. പൊട്ടുകടലയുണ്ട്, കപ്പലണ്ടിയുണ്ട്, കാഷ്നട്ടുണ്ട്, മുന്തിരിയുണ്ട്, പിന്നെന്താണ് കൽക്കണ്ടമുണ്ട്. എന്നിട്ട് നമുക്ക് ശേഷം അവല് വറക്കണം. ഒരു ചട്ടി എടുത്തിട്ട് നമ്മൾ അവല് ഒന്ന് നന്നായിട്ട് തീ കൂട്ടിയിട്ട് കൈ ഇടാണ്ട് ഇളക്കി വറുത്തെടുക്കാം. അതായത് കയ്യിലിങ്ങനെ എടുക്കുമ്പോൾ അതിങ്ങനെ ഒടിഞ്ഞു പോകണം. ആ ഒരു ലെവലിൽ നമുക്ക് അവൽ വറുത്തെടുക്കാം. എന്നിട്ട് നമുക്ക് അവൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അത് നമുക്ക് ആവശ്യമുണ്ട്, ഇപ്പം ആവശ്യമില്ല. എന്നിട്ട് ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിക്കണം. നെയ്യ് തന്നെ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് കപ്പലണ്ടി നമുക്കൊന്ന് ആ നെയ്യിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. അതിന് ശേഷം നമ്മൾ അതിൽ കൂടെ തന്നെ പൊട്ടുകടല ഇട്ട് കൊടുക്കണം. കാരണം കപ്പലണ്ടി കഴിഞ്ഞാൽ പിന്നെ തൊട്ട് ഇപ്പുറത്തേക്ക് അതിനോട് ആഡ് ചെയ്യാൻ പറ്റിയത് പൊട്ടുകടലയാണ്. അതിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നട്ട്സ് ഇട്ട് കൊടുക്കും. നട്ട്സ് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നട്ട്സാണ് ഇടേണ്ടത്. കാരണം ഈ ലെവലിട്ടില്ലെങ്കിൽ നമ്മളെന്താ വേഗം കരിഞ്ഞു പോകും വേറെ ഏതെങ്കിലും ഇതിടുമ്പോൾ. അപ്പം നട്ട്സ് ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതായി വരുമ്പോൾ നമ്മൾ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കും. ഉണക്കമുന്തിരിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അപ്പം നല്ല മണമൊക്കെ വരാനുണ്ട്. ആ ഒരു നെയ്യിൽ വറക്കണ മണം. അത് പാത്രത്തിലേക്ക് മാറ്റി വെച്ചോ. കൽക്കണ്ട അവിടെ തന്നെയുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. ആവശ്യത്തിന് ശർക്കര. അതൊന്ന് ഇതായി വരുമ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കും. അത് ഫ്രീസറിലിരിക്കണ തേങ്ങയായിരുന്നു. അതുകൊണ്ട് വിട്ട് കിട്ടാൻ ഇത്തിരി പാടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ശർക്കര ഒരുപാട് മൂത്ത് പോകരുത്. അങ്ങനെ മൂക്കുമ്പോഴാണ് അവൽ ഭയങ്കര ഡ്രൈ ഹാർഡൊക്കെ ആയിട്ടിരിക്കണത്. എന്നിട്ട് അതൊന്ന് എന്താ പറയുക പാകമായി വരുമ്പോൾ അതിലേക്ക് അവൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അവലിട്ട് കൊടുക്കണം. ആ അവൽ നമ്മൾ ഇളക്കി ആ ശർക്കരയിലേക്ക്, അല്ലെങ്കിൽ ഇളക്കിയില്ലെങ്കിൽ കട്ട പിടിക്കും സൈഡിലൊക്കെ. അങ്ങനെ കയ്യിൽ കൊണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ വറുത്ത് വെച്ച ഐറ്റംസൊക്കെ ഉണ്ടല്ലോ നെയ്യിൽ, അതായത് കപ്പലണ്ടി, ഉണക്കമുന്തിരി, പിന്നെ നട്ട്സ് എല്ലാം കൂടെ നമ്മൾ വറുത്തത് ഇതിലേക്ക് ഇടണം. ഇത് കൽക്കണ്ടവും കൂടി ഒരുമിച്ചിട്ടോ കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ യോജിപ്പിച്ച് കഴിയുമ്പോൾ ഒരു നല്ല ഭംഗിയുണ്ട്, കാണാനും ഭംഗിയുണ്ട്. എന്താ പറയുക, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. കുട്ടികൾ മാത്രമല്ല, എല്ലാവരും കഴിക്കും. അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു പലഹാരം. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.